നമ്മളങ്ങനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ 4 മണിയോട് കൂടിയിട്ട് നമ്മളെത്തി. പാലക്കാട്ട് നിന്നും 4 മണിക്ക് എടുത്ത ട്രെയിന് രാത്രി 4 മണിയോട് കൂടി ചെന്നൈ എത്തി. ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ വന്നിറങ്ങിയതും കണ്ട കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതുപോലത്തെ കുറ്റികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന് പ്രത്യേക ട്രാക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടുള്ള ഒരു രൂപം അത് ഇവിടെ ഫീൽ ചെയ്തിട്ടോ. ഈ കുറ്റി ഞാൻ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, പല ആളുകളും അത് നിരസിച്ച് പോയിന്ന്. അപ്പോൾ അവരിലേക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. ഈ ഒരു കുറ്റി എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇത് ചെന്നൈയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെയുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ യാത്ര കുറവുകൊണ്ടായിരിക്കാം. പിന്നീട് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നല്ലൊരു അടിപൊളി സ്നാക്സ് കാര്യങ്ങൾ കോഫിയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. അതിന് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കടികളുണ്ട് എന്നുള്ളതാണ് ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത. ഒക്കെ സീറ്റ്സാണ്. പിന്നീട് നമ്മൾ ഇറങ്ങിയ ട്രെയിനിലുള്ള ആളുകളൊക്കെ അവിടെ തന്നെ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്നുണ്ട്. കാരണം ഏകദേശം 4 മണിയോട് കൂടിയിട്ടാണല്ലോ വന്നത്. പിന്നീട് പുറത്ത് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ടാകാം ഈ ഒരു ടൈം നേരം വെളുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ചില്ലറ അലമാരകളിൽ കാണുന്ന ഈ ഒരു വെറൈറ്റി സ്നാക്സുകൾ എന്നെ വല്ലാതെ അങ്ങോട്ട് അതിശയിപ്പിച്ചു കേട്ടോ. മധുരം വല്ലാതെ ഇഷ്ടപ്പെടാത്ത എനിക്ക് ഒന്നും കഴിക്കാനൊന്നും തോന്നിയില്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് നേരം വെളുത്തിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കോർണറിലായിട്ട് തന്നെ നല്ലൊരു ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള. പിന്നീട് നമ്മൾ വന്ന ട്രെയിനിൻ്റെ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പുറത്തുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറ്റികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കുറ്റികൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണാൻ കഴിയുന്ന ഒരു സംഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കൗതുകം നടത്തിയതാണ്. മറ്റുള്ളവരിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പല ആളുകളും അത് നിരസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അതൊന്നും കൂടി എടുത്തെടുത്ത് കാണിക്കാൻ തന്നെയുള്ള കാരണം. അപ്പോൾ ഇത് കണ്ടവരുണ്ടെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിലും നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കട്ടോ. പിന്നീട് നമ്മൾ ചെല്ലുന്നത് വലിയൊരു ഹോളിലേക്കാണ്. ഈ ഹോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴമയിലെ ഒരു കൊട്ടാരത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള തൂണുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫീലിങ്സ് നൽകുന്ന ഒരു ഏരിയയാണ് കേട്ടോ. പഴമയെ ഉണർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡെക്കറേഷൻസ്, അതായത് പഴമയിലുള്ള ഒരുപാട് പിക്ചേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ളൊരു ഹോള്, അത്യാവശ്യം ഏകദേശം ഒരു 10,000 ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹോളായിരുന്നു കേട്ടോ. ചുറ്റുപുറം നോക്കുമ്പോൾ എല്ലാ ഏരിയയിലും പഴമയിലുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും ഈ ഒരു ഏരിയയിലെയും പല ഫോട്ടോകളും കാര്യങ്ങളും കണ്ടു. അതൊക്കെ എന്നെ വല്ലാതെ കണ്ട് അതിശയിപ്പിച്ചു. വേറെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തോന്നിയത് എനിക്ക് ഈ കാഴ്ചകളാണ്. പിന്നീട് നമ്മൾ ഇരിക്കുന്ന ഏരിയയുടെ ചുറ്റുഭാഗം നോക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ അത്യാവശ്യം വലിയ ഫാനുണ്ട്. ആ ഫാന് ഇങ്ങനെ കറങ്ങുന്ന സ്പീഡ് നോക്കണ്ട, അതിൻ്റെ നേരെ താഴെ പോയപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്പീഡ് മനസ്സിലാവുന്നത്. സ്പീഡ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. അവിടെയൊക്കെ അതിൻ്റെ ചുറ്റുപുറത്തും കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. 4 മണിയാണല്ലോ ടൈം, 4-4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ആ ഒരു സന്ദർഭം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ, ആളുകളും കുറവാണ് ഈ ടൈമിൽ. നേരം വെളുക്കുന്നതോടുകൂടി ആളുകൾ മൊത്തം ഇവിടെയൊക്കെ ഫില്ലായി ഇങ്ങനെ വരാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു പഴമയെ ഉണർത്തുന്ന രീതിയിലുള്ള ബിൽഡിംഗ് സ്ട്രെച്ചിങ് ആണ് എന്നെ വല്ലാതെ അങ്ങോട്ട് അതിശയപ്പെടുത്തിയത്. പിന്നീട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇതുപോലത്തെ ട്രോളികളൊക്കെ ഒന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അവർ ആ ഒരു എൻജോയ്മെൻറ്റിലൂടെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് അതിശയം തോന്നിയിട്ടാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ആ സൈഡിലെ, അതായത് അവിടെ ഏകദേശം 6 പ്ലാറ്റ്ഫോമോളം ഉണ്ട്. ആ 6 പ്ലാറ്റ്ഫോമും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി കാണാനൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും നേരത്തെ പറഞ്ഞ പോലത്തെ ആ കുറ്റികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടാണ്. ഇവിടെ സൈഡിലായിട്ടൊരു ഫുഡ് കോർട്ട് വരുന്നുണ്ട് ഈ ഏരിയയിൽ.
ആ ഒരു ഫുഡ് കോർട്ടിൽ അത്യാവശ്യത്തിന് ക്വാളിറ്റിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടണ്ട, ഈ കടയിലേക്ക് കയറിക്കോളി. ഈ കടയിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫുഡ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. അവിടേക്ക് നമുക്ക് പോവാം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ചുറ്റുപാടൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് ആ ഒരു കൗതുകം വല്ലാതെ കണ്ട് മനസ്സിലേക്ക് കയറിയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും പഴമയിലുള്ള ഒരുപാട് ഫോട്ടോസ്. ഇത് റെയിൽവേ സ്റ്റേഷനാണ് എന്നുള്ളത് ആലോചിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കോർട്ട് ഈ ഒരു ഫുഡ് കോർട്ടാണ്. ഇവിടെ ചായക്ക് 10 രൂപയുള്ളെങ്കിലും അടിപൊളി ചായ കേട്ടോ, നല്ല കട്ടിയിലുള്ള ചായയാണ്. ഫസ്റ്റ് നമ്മൾ ടോക്ക് എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് ചായ മേടിക്കാനായിട്ട്. ഈ കട വരുന്നത് 6ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. നല്ല കട്ടിയിലും രുചിയിലും നല്ല ഹൈജീനിക്കായിട്ടുള്ള മേക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. പിന്നീട് ഞാൻ പുറത്ത് പോയിട്ടൊരു കടയിൽ നിന്ന് ദോശ കഴിച്ചു എങ്കിൽ കൂടി എനിക്ക് അത്രത്തോളം അങ്ങോട്ട് കംഫർട്ടായി തോന്നിയില്ല. പിന്നീട് റിട്ടേൺ വന്നപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മാക്സിമം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ അനുഭവത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതുപോലെ പോർട്ടർമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലിയെ കാത്തിരുന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് വന്ദേ ഭാരത് അവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടത്. 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. മുന്നേ പറഞ്ഞ പോലത്തെ ആ ഒരു കുറ്റിയുടെ സംവിധാനം വന്ദേ ഭാരതിന് കാണാനില്ല കേട്ടോ, വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ടിലില്ല. പിന്നീട് നമ്മൾ അതിൻ്റെ നേരെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ VIP റെസ്റ്റ് റൂം കാണുന്നുണ്ട്. 179 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ടുള്ള സോഫ സെറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്.